മാസ്റ്റർ അർജുൻ സൂരജ് ആകാശക്കാഴ്ചകളെ അത്ഭുതകരമായി വിശദീകരിക്കുന്ന 12 വയസ്സുള്ള മാസ്റ്റർ അർജുൻ ഒരു അതിശയമാണ്. ശാസ്ത്ര വിദ്യാർത്ഥിയും ഒപ്പം ഏറ്റവും പ്രായം കുറഞ്ഞ ശാസ്ത്ര പ്രചാരകനുമായ അർജുൻ ആദ്യമായി ചാനൽ 13.8 വേദിയിൽ എത്തുകയാണ്. സയൻസ് ബിഹൈൻഡ് ദി റോക്കറ്റ്, അതാണ് അർജുന്റെ വിഷയം. വിഷയം അവതരിപ്പിക്കാൻ മാസ്റ്റർ അർജുനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ദ സയൻസ് ബിഹൈൻഡ് റോക്കറ്റ്സ് എന്ന വിഷയത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ റോക്കറ്റിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം. അപ്പം ആദ്യം നമുക്ക് എന്താണ് ഒരു റോക്കറ്റ് എന്ന് നോക്കാം. അപ്പം ഒരു റോക്കറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ത്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ത്രസ്റ്റ് ഉപയോഗിച്ച് എയറിൽ കൂടെ മൂവ് ചെയ്യുന്ന ഒരു ഓബ്ജക്റ്റാണ്. ഇപ്പോൾ എൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു ബലൂണാണ്. ആ ബലൂണിൽ നമ്മൾ ഊതി കാറ്റ് നിറച്ചു, എന്നിട്ട് കാറ്റ് നിറച്ചിട്ട് അതിൻ്റെ നമ്മൾ കാറ്റ് ഊതിയ ഹോളിൽ അവിടെ കെട്ടാതെ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ബലൂൺ ചുമ്മാ അങ്ങ് താഴെ വീഴത്തില്ല. അതിന് വരാൻ ചിലപ്പോൾ ഒരു 1-2 സെക്കൻഡ് ഇങ്ങനെ ഒരു കൺട്രോൾ ഇല്ലാതെ പറന്നിട്ടായിരിക്കും താഴെ വീഴുന്നത്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ സിമ്പിളാണ്, അതും ഒരു റോക്കറ്റ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ നമ്മൾ കാറ്റ് ഊതുമ്പോഴത്തേക്കും നമ്മുടെ ബലൂണിൻ്റെ അകത്തുള്ള എയറിൻ്റെ പ്രഷർ അത് കൂടും. എന്നിട്ട് നമ്മൾ കയ്യിൽ നിന്ന് വിടുമ്പം ആ ഹൈ പ്രഷറിലുള്ള എയർ അങ്ങ് ആ ഒരു ഹോള് വഴി അങ്ങ് എസ്കേപ്പ് ചെയ്യും. ഇങ്ങനെ എസ്കേപ്പ് ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ആവും ബലൂണിൻ്റെ അകത്തുനിന്ന് വെളിയിലോട്ട്. അപ്പം ഈ ഫോഴ്സാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് പറയും. അപ്പം ഈ ത്രസ്റ്റ് നമ്മുടെ ബലൂണിൻ്റെ അകത്തുനിന്ന് വെളിയിലോട്ട് ക്രിയേറ്റ് ആവും. അതുകൊണ്ട് ന്യൂട്ടൻ്റെ 3rd ലോ കൊണ്ട് ആ ത്രസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ വെളിയിൽ നിന്ന് പിന്നെ ബലൂണിൻ്റെ അകത്തോട്ടായിരിക്കും. കാരണം ന്യൂട്ടൻ്റെ 3rd ലോ പറയുന്നതെന്ന് വെച്ചാൽ എവ്രി ഫോഴ്സ് ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പം ഞാൻ ഒരു ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്താൽ ന്യൂട്ടൻ്റെ 3rd ലോ കാരണം ആ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും അപ്ലൈ ആവുന്നത്. അപ്പം അതേ ഒരു പ്രിൻസിപ്പിൾ വെച്ചാണ് ഒരു റോക്കറ്റും വർക്ക് ചെയ്യുന്നത്. അപ്പം ഇനി നമുക്കൊരു റോക്കറ്റിൻ്റെ ഒരു ഹിസ്റ്ററിയെക്കുറിച്ച് നോക്കാം. ഇപ്പോൾ റോക്കറ്റ്സ് എന്ന് പറയുന്ന ആദ്യം ചൈനീസാണ് അറൗണ്ട് 1000 BC റോക്കറ്റ്സ് ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പം ചൈനീസ് ഉപയോഗിച്ചിരുന്ന റോക്കറ്റ് എന്ന് വെച്ചാൽ വെടിമരുന്നായിരുന്നു അവരതിനകത്ത് നമ്മുടെ ഫ്യൂവലായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പം അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു അമ്പെടുത്തിട്ട് ആ അമ്പിൽ ഇങ്ങനെ ഒരു റോക്കറ്റ് അവർ കെട്ടിവെച്ചിരുന്നു. എന്നിട്ട് തിരി കത്തിച്ചിട്ട് ആ അമ്പങ്ങ് വിടും. അപ്പം ഇങ്ങനെ അമ്പ് വിടുമ്പോൾ എന്ത് സംഭവിക്കും? അമ്പ് എയറിൽ നിൽക്കുമ്പോഴായിരിക്കും ഈ റോക്കറ്റ് കത്തിത്തുടങ്ങുന്നത്. ഇങ്ങനെ കത്തിത്തുടങ്ങുമ്പം ആ റോക്കറ്റിൻ്റെ ത്രസ്റ്റ് ഉപയോഗിച്ച് ആ അമ്പിൻ്റെ വെലോസിറ്റി, അതായത് അമ്പിൻ്റെ സ്പീഡും കൂടും. അത് മാത്രമല്ല അമ്പ് കൂടുതൽ ദൂരവും സഞ്ചരിക്കും. അതുകൊണ്ട് ഈ ചൈനീസൊക്കെ വാർ സമയത്ത് ഇത് ഉപയോഗിച്ചിരുന്നു. കാരണം അവർക്ക് ദൂരെ നിന്ന് തന്നെ എനിമിയെ അറ്റാക്കും ചെയ്യാം. അത് മാത്രമല്ല വെടിമരുന്നാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് താഴെ വീഴുമ്പോഴത്തേക്കും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് റോക്കറ്റിൻ്റെ ഹിസ്റ്ററി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വേറെ കൺട്രീസൊക്കെ ഫെസ്റ്റിവൽസായിട്ട് ഉപയോഗിച്ച് തുടങ്ങി. ആദ്യം ബ്രിട്ടീഷ് ഉപയോഗിച്ചു, പിന്നെ നമ്മുടെ ഇന്ത്യൻസ് തന്നെ നമ്മുടെ ഈ ദീപാവലിക്കൊക്കെ ഈ റോക്കറ്റ്സ് നമ്മൾ ഫെസ്റ്റിവലായിട്ട് ഉപയോഗിക്കും. അപ്പം റോക്കറ്റ് എന്ന് പറയുന്ന മെയിനായിട്ട് അതിന് 3 പാർട്സാണ് ഉള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ പാർട്ടാണ് നമ്മുടെ നോസ് കോൺ എന്ന് പറയും, രണ്ടാമത്തതാണ് ബോഡി ട്യൂബും, മൂന്നാമത്തത് നമ്മുടെ റോക്കറ്റിൻ്റെ ഫിൻസാണ്. അപ്പം എൻ്റെ കൈ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു മോഡൽ റോക്കറ്റാണ്. അപ്പം എൻ്റെ നോസ് കോൺ എന്ന് പറയുന്നത് റോക്കറ്റിൻ്റെ ടിപ്പാണ്. അപ്പം ഈ കേസിൽ ഇതാണ് റോക്കറ്റിൻ്റെ ടിപ്പ്. അപ്പം ഈ ടിപ്പ് തൊട്ട് ഇവിടെ വരെയാണ് നമ്മുടെ റോക്കറ്റിൻ്റെ നോസ് കോൺ എന്ന് പറയുന്നത്. അപ്പം നോസ് കോൺ എന്ന് പറയുന്നത് ഇത് ഒരു ഒറിജിനൽ റോക്കറ്റിൽ ഇത് ഹോളോ ആയിരിക്കും. എന്നുവെച്ചാൽ അതിനകത്ത് കുറേ പാർട്സൊക്കെ വെച്ചേക്കും. അത് മാത്രമല്ല ഈ നോസ് കോൺ എന്ന് പറയുന്ന റോക്കറ്റ്
ഈ നല്ല സ്പീഡിൽ പോകുമ്പം ആദ്യം എയർ ഹിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നോസ് കോണിലായിരിക്കും. അപ്പം ഈ നോസ് കോൺ എന്ന് പറയുന്നത് വെരി എയറോഡൈനാമിക് ആയിരിക്കണം, എന്നാലേ ഈ നോസ് കോൺ നല്ല സ്പീഡിൽ ട്രാവൽ ചെയ്യത്തുള്ളൂ. അത് മാത്രമല്ല റോക്കറ്റ് എന്ന് പറയുന്ന ഇതിനകത്തുള്ള പേലോഡിനെയും നല്ല സേഫായിട്ട് കീപ്പ് ചെയ്യണം. അപ്പം ഒരു പേലോഡ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് റോക്കറ്റ് ഉപയോഗിച്ച് സ്പേസിൽ കൊണ്ടുപോകുന്നത് ആ സാധനമാണ് പേലോഡ്. അപ്പോൾ പേലോഡ് ചിലപ്പോൾ ഒരു സാറ്റലൈറ്റ് ആവാം, ചിലപ്പം അപ്പോളോ മിഷനിലുള്ള പോലെ ചിലപ്പോൾ ഒരു ഹ്യൂമൻസും ആവാം. അതുകൊണ്ട് ഈ ഒരു നോസ് കോൺ എന്ന് പറയുന്ന ആ പേലോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്നുവെച്ചാൽ ഈ പേലോഡിന് നല്ല കോൾഡ് ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യണം. അപ്പം രണ്ടാമത്തെ പാർട്ടാണ് ബോഡി ട്യൂബ്. അപ്പോൾ ബോഡി ട്യൂബ് എന്ന് പറയുന്നത് ഈ റോക്കറ്റിൻ്റെ ഒരു സ്പെറിക്കൽ സ്ട്രക്ചറാണ്. എന്നുവെച്ചാൽ ബോഡി ട്യൂബ് ഈ ഒരു അതായത് നോസ് കോൺ എൻഡ് ചെയ്യുന്നത് തൊട്ട് ഇതുവരെയാണ് ബോഡി ട്യൂബുള്ളത്. ബോഡി ട്യൂബും ഒരു ഹോളോ ആയിട്ടുള്ള ഒരു പാർട്ടാണ്, കാരണം ഇതിനകത്തും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോക്കറ്റിൻ്റെ പാർട്സ് ഉണ്ട്. പിന്നെ ഉള്ള മൂന്നാമത്തെ പാർട്ടാണ് നമ്മുടെ റോക്കറ്റിൻ്റെ ഫിൻസ് എന്ന് പറയും. അപ്പോൾ ഒരു ഫിൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയിനിൻ്റെ കേസിലാണെങ്കിൽ പ്ലെയിനിൻ്റെ ഒരു വിങ് ആണ്. പക്ഷേ ഈ ഒരു റോക്കറ്റിൻ്റെ കേസിൽ ഒരു പ്ലെയിനിൻ്റെ വിങ് ആണ് നമ്മുടെ റോക്കറ്റിൻ്റെ ഫിൻസ്. അപ്പോൾ ഈ ഫിൻസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരു ഫിന്നാണ് നമ്മുടെ റോക്കറ്റിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ആ എയറിൻ്റെ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മുടെ റോക്കറ്റ് വളരെ സ്റ്റേബിളായിട്ടും നല്ല സ്മൂത്തായിട്ടും പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഫിൻസ് ഉപയോഗിക്കാനുള്ള റീസൺ. ഫിന്നും കുറേ രീതിയിൽ ഡിസൈൻസ് ഉണ്ട്. ഇതെന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു ഡിസൈനാണ്, പക്ഷേ കുറേ എണ്ണം ഉണ്ട്. ഈ പിക്ചർ എന്ന് പറഞ്ഞാൽ ഒരു റോക്കറ്റിൻ്റെ ക്രോസ് സെക്ഷനാണ്. ഇപ്പോൾ റോക്കറ്റിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് റോക്കറ്റിൻ്റെ വെളിയിലുള്ള പാർട്സും അകത്തുള്ള പാർട്സും കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയുള്ള ആദ്യത്തെ മുകളിൽ കൊടുത്തേക്കുന്നതാണ് നമ്മുടെ നോസ് കോൺ. ഇപ്പോൾ നോസ് കോൺ എന്ന് പറയുന്നത് മാക്സിമം റോക്കറ്റിന് എയറോഡൈനാമിക് ആയിരിക്കണം, പിന്നെ അതിനകത്തുള്ള പേലോഡും നല്ല സേഫായിട്ട് കീപ്പ് ചെയ്യണം. അതുകൊണ്ട് ഇതിന് കുറേ ഡിസൈൻസ് ഉണ്ട്. അപ്പം ഇതെന്ന് വെച്ചാൽ 4 ഡിസൈൻസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഡിസൈനാണ് പാരാബോള, രണ്ടാമത്തത് ഒഗൈവം, മൂന്നാമത്തത് കോണും, പിന്നെ നാലാമത്താണ് ബ്ലണ്ട് എന്ന് പറയുന്ന നോസ് കോൺ. അപ്പോൾ ഈ ഓരോ നോസ് കോണിനും ഓരോ റേഞ്ചസ് ഓഫ് എയറോഡൈനാമിക്സും പിന്നെ സേഫ്റ്റിയും ഡിഫറെൻ്റാണ്. അപ്പം ഇത് ഏറ്റവും കൂടുതൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള നോസ് കോൺ എന്ന് വെച്ചാൽ മാക്സിമം സേഫ്റ്റിയും പിന്നെ മാക്സിമം എയറോഡൈനാമിക്സും കിട്ടുന്നതെന്ന് വെച്ചാൽ രണ്ടാമത്തെ നോസ് കോണാണ്. അതാണ് നമ്മൾ പറയുന്ന ഒഗൈവ്. അപ്പം ഒഗൈവ് എന്ന് പറയുന്നത് നല്ലോണം എയറോഡൈനാമിക് ആണ്, കാരണം അതിനൊരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ടിപ്പുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ അത് നല്ലോണം ഈ നോസ് കോണിൻ്റെ അകത്തുള്ള പേലോഡ് അതിനെ നല്ല കൂൾ ടെമ്പറേച്ചേഴ്സിലും കീപ്പ് ചെയ്യും. പക്ഷേ ഇത് സ്മോൾ റോക്കറ്റ്സിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കാറുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ വലിയ റോക്കറ്റ്സിൽ വലിയ പേലോഡ് ആണ്. അപ്പോൾ ഈ വലിയ പേലോഡ് ഉള്ളതുകൊണ്ട് പോയിൻറ്റഡ് നോസ് കോൺ ഉണ്ടെങ്കിൽ എപ്പോഴും ഈ നോസ് കോണിനകത്ത് ഫിറ്റ് ചെയ്യണം എന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വേറെ ഒരു ടൈപ്പ് നോസ് കോൺ ഉപയോഗിക്കുന്നത്. അതാണ് ആദ്യം കൊടുത്തേക്കുന്ന പാരാബോള. പാരാബോള എന്ന് പറയുന്നത് ഇതിനൊരു പോയിൻറ്റഡ് നോസ് കോൺ ഇല്ല. അതുകൊണ്ട് ഒഗൈവ് എന്ന് പറയുന്ന നോസ് കോൺ പോലെ അത്ര ലെവൽ ഓഫ് എയറോഡൈനാമിക്സ് കിട്ടത്തില്ലെങ്കിലും പക്ഷേ ആ നോസ് കോണിന് കുറച്ചും കൂടെ ഈ സേഫറാണ് ഈ പാരാബോള എന്ന് പറയുന്നത്. അത് മാത്രമല്ല വലിയ പേലോഡൊക്കെ ഇതിനകത്ത് കീപ്പ് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് ഇത് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ നോസ് കോൺ ഉപയോഗിക്കുന്ന റോക്കറ്റിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഇസ്രോയുടെ PSLV റോക്കറ്റ്, GSLV ഇങ്ങനത്തെ ഹെവി റോക്കറ്റ്സൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇനി രണ്ടാമത്തെ ഉള്ള പാർട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബോഡി ട്യൂബ്. അപ്പോൾ ബോഡി ട്യൂബ് ഇത് ഹോളോയാണ്, എന്ന് വെച്ചാൽ അകത്ത് പാർട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലുള്ള പാർട്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ആദ്യത്തെയാണ് നമ്മൾ പാരഷൂട്ട് ഇജക്ഷൻ സിസ്റ്റം എന്ന് പറയും. രണ്ടാമത്തത് ഒരു റോക്കറ്റിൻ്റെ ഫ്ലൈറ്റ് കമ്പ്യൂട്ടറും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതാണ് നമ്മുടെ റോക്കറ്റിൻ്റെ ത്രസ്റ്റർ അല്ലെങ്കിൽ റോക്കറ്റ് മോട്ടർ എന്നൊക്കെ പറയും. അപ്പം ആദ്യം നമുക്ക് എന്താണ് ഒരു ഫ്ലൈറ്റ് കമ്പ്യൂട്ടർ എന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്
വളരെ സിമ്പിളാണ്. അതൊരു കമ്പ്യൂട്ടറാണ്, ഒരു അത്ര ഡിഫറെൻ്റ് ഒന്നുമല്ല. പക്ഷേ ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ റോക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, പിന്നെ ആ റോക്കറ്റിൻ്റെ ഫ്യൂവലിൻ്റെ കപ്പാസിറ്റി എത്രയായി, അതൊക്കെ ഈ ഫ്ലൈറ്റ് കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. അത് മാത്രമല്ല കൺട്രോൾ ചെയ്തിട്ടുള്ള സിഗ്നൽസൊക്കെ എർത്തിലോട്ട് അയക്കുകയും ചെയ്യും. അതാണ് ഫ്ലൈറ്റ് കമ്പ്യൂട്ടർ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ പാർട്ടാണ് പാരഷൂട്ട് ഇജക്ഷൻ സിസ്റ്റം. അപ്പം പാരഷൂട്ട് ഇജക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാ റോക്കറ്റും ചിലപ്പോൾ സ്പേസിൽ പോകണം എന്നില്ല. ചില സ്മോളർ റോക്കറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ തന്നെ എത്തിയിട്ട് ഫ്യൂവൽ തീരുമ്പോഴത്തേക്കും അങ്ങ് താഴോട്ട് വീഴായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ താഴോട്ട് വീണാൽ താഴെ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്താൽ ഒരു വളരെ ഹ്യൂജായിട്ടുള്ള ഒരു ഇമ്പാക്റ്റും ഒരു ഹ്യൂജായിട്ടുള്ള ഒരു ബോംബ് പോലെയുള്ള ഒരു എക്സ്പ്ലോഷനും സംഭവിക്കും. അതുകൊണ്ട് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് പാരഷൂട്ട് ഇജക്ഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ റോക്കറ്റിൻ്റെ ഇത് മാക്സിമം ആൾട്ടിറ്റ്യൂഡ് എത്തിക്കഴിഞ്ഞിട്ട് ആ താഴോട്ട് വീഴുമ്പോഴത്തേക്കും പാരഷൂട്ട് അങ്ങ് വെളിയിൽ വരും. പാരഷൂട്ട് വെളിയിൽ വരുമ്പം നേരെ അങ്ങ് താഴോട്ട് വീഴുന്നതിന് വരും പതുക്കെ ഫ്ലോട്ട് ചെയ്തിട്ടായിരിക്കും താഴെ എത്തുന്നത്. അതുകൊണ്ട് ആ ഒരു ഹ്യൂജായിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ള പാർട്ടാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോക്കറ്റ് മോട്ടർ അല്ലെങ്കിൽ റോക്കറ്റ് എൻജിൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ റോക്കറ്റ് മോട്ടറാണ് നേരത്തെ നമ്മുടെ ബലൂണിലെ കേസിൽ എയറാണ് വെളിയിലോട്ട് പോകുന്നത്. അതുകൊണ്ട് അതാണ് നമ്മുടെ ത്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ആ ത്രസ്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ് എയർ. പക്ഷേ റോക്കറ്റിൻ്റെ കേസിൽ ത്രസ്റ്റ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ റോക്കറ്റ് മോട്ടറാണ്. അപ്പോൾ റോക്കറ്റ് മോട്ടറാണ് താഴോട്ട് ത്രസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് റോക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. അപ്പം ഈ റോക്കറ്റ് മോട്ടർ എന്ന് പറയുന്ന ബോഡി ട്യൂബിൻ്റെ അകത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് മിക്കവാറും എല്ലാ സമയവും ഈ റോക്കറ്റ് മോട്ടർ എന്ന് പറയുന്ന റോക്കറ്റിൻ്റെ ബോഡി ട്യൂബിൻ്റെ താഴെയായിരിക്കും വെച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ഏകദേശം ഈ ഒരു റീജിയനിലായിരിക്കും ഒരു റോക്കറ്റ് മോട്ടർ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് റോക്കറ്റിൽ മെയിനായിട്ട് ആക്ട് ആവുന്ന ഫോഴ്സസിനെ കുറിച്ച് നോക്കാം. ഇപ്പോൾ റോക്കറ്റ് എന്ന് പറയുന്ന കുറേ ഫോഴ്സസ് ആക്ട് ആവുന്നുണ്ട്. അതിൽ കുറച്ച് എക്സാമ്പിൾസാണ് ത്രസ്റ്റ്, പിന്നെ വെയ്റ്റ്, ഡ്രാഗം, ലിഫ്റ്റ്. അപ്പം ഇവിടെ നോക്കിയാൽ ഈ പിക്ചറിൽ ത്രസ്റ്റും വെയ്റ്റും ഈ രണ്ട് ഫോഴ്സസും ബ്ലൂ കളറിലാണ് കൊടുത്തേക്കുന്നത്. അതേസമയം ബാക്കിയുള്ള ഫോഴ്സ് അതായത് ഡ്രാഗം, ലിഫ്റ്റും അത് റെഡ് കളറിലാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ സിമ്പിളാണ്. ഈ ഡ്രാഗം, ലിഫ്റ്റും ഈ രണ്ട് ഫോഴ്സും എയറാണ് അപ്ലൈ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എയർ ഇല്ലെങ്കിൽ ഈ ഫോഴ്സ് ഇല്ല. അപ്പം നമുക്ക് സ്പേസിൽ എത്തിയാൽ പിന്നെ ഈ രണ്ട് ഫോഴ്സിനെ കുറിച്ച് വറി ചെയ്യണ്ട. പക്ഷേ ത്രസ്റ്റും വെയ്റ്റും ഇത് നമ്മൾ എവിടെ ചെന്നാലും ഈ ഫോഴ്സ് കാണും. അപ്പം ആദ്യം നമുക്ക് എന്താണ് ത്രസ്റ്റ് എന്ന് നോക്കാം. അപ്പം ത്രസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ റോക്കറ്റ് മോട്ടർ അപ്ലൈ ചെയ്യുന്ന താഴോട്ടുള്ള ഫോഴ്സ്. പക്ഷേ ഇവിടെ ആരോ എന്ന് പറയുന്ന മുകളിലോട്ടാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഈ ന്യൂട്ടൺസ് തേർഡ് ലോ കാരണം താഴോട്ട് നമ്മളൊരു ത്രസ്റ്റ് അപ്ലൈ ആകുമ്പം അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ടായിരിക്കും. അതുകൊണ്ട് ആ ഒരു മുകളിലോട്ട് അപ്ലൈ ആവുന്ന ഫോഴ്സാണ് റോക്കറ്റിന് മുകളിലോട്ട് പുഷ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ മുകളിലോട്ടാണ് ആ ഫോഴ്സ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ആ ഒരു ആരോ എന്ന് പറയുന്നത് മുകളിലോട്ട് കൊടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു ത്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ന്യൂട്ടൺസിലാണ് ഇതിനെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ റോക്കറ്റിന് ഇപ്പം 2 kilograms ആണ് വെയ്റ്റ് എന്ന് നമുക്ക് ഇമാജിൻ ചെയ്താൽ മോർ ദാൻ 20 ന്യൂട്ടൺസ് ആയിരിക്കണം നമ്മുടെ ഈ ത്രസ്റ്റേഴ്സ് വെച്ച് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. എന്നാലേ നമ്മുടെ റോക്കറ്റ് ലിഫ്റ്റ് ഓഫ് ചെയ്യത്തുള്ളൂ. അപ്പം ഉള്ള രണ്ടാമത്തെ ഫോഴ്സാണ് വെയ്റ്റ് എന്ന് പറയുന്നത്. വെയ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോഴ്സാണ്, ഒരു ക്വാണ്ടിറ്റി അല്ല. നമ്മൾ മാസ്സാണ് നമ്മൾ ക്വാണ്ടിറ്റി ആയിട്ട് പറയുന്നത്. വെയ്റ്റ് ഫോഴ്സ് ആയതുകൊണ്ട് അതിന് ഒരു ഡയറക്ഷനുണ്ട്. അപ്പോൾ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഗ്രാവിറ്റിയാണ് ഒബേ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം ഈ ഒരു പിക്ചറിൻ്റെ കേസിൽ റോക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് എർത്ത് എന്ന് പറയുന്നത് റോക്കറ്റിൻ്റെ താഴെയാണ്. അതുകൊണ്ട് ഈ കേസിൽ നമ്മുടെ എർത്താണ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വെയ്റ്റ് എന്ന് പറയുന്ന ഫോഴ്സ് എർത്തിൻ്റെ അടുത്തോട്ടായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ റോക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ വെയ്റ്റ് താഴോട്ടായിരിക്കും.
അപ്പം വെയിറ്റ് എന്ന് പറയുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് ഈ ഒരു ഫോഴ്സിനെയും നമ്മുടെ ത്രസ്റ്റേഴ്സ് ഉപയോഗിച്ച് അതിനെ കൗണ്ട്രാക്ട് ചെയ്യണം. അതാണ് നമ്മുടെ സ്പേസിൽ എത്തിക്കഴിഞ്ഞാലും ഈ 2 ഫോഴ്സസ് എന്ന് പറയുന്നത് എപ്പോഴും കാണും. പിന്നെ ഉള്ള ഫോഴ്സാണ് ഡ്രാഗും ലിഫ്റ്റും. ഇത് എയറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ആദ്യം ഡ്രാഗ് എന്താണെന്ന് നോക്കാം. അപ്പം ഡ്രാഗ് എന്ന് പറയുന്ന ഫോഴ്സ് നമ്മുടെ എയർ അപ്ലൈ ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഇതൊരു റോക്കറ്റാണ്. അപ്പോൾ റോക്കറ്റ് മുകളിലോട്ട് പോകുന്നെങ്കിൽ നമ്മുടെ എയർ നമുക്ക് സ്റ്റേഷനറി ആണെന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ എയർ മൂവ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ റോക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ എയറിലൊക്കെ ഹിറ്റ് ചെയ്ത് അതിനെ തട്ടി തെറിപ്പിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഇങ്ങനെ എയറിലെ മോളിക്യൂൾസിൽ ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ റോക്കറ്റിനെ പതുക്കെ സ്ലോ ഡൗൺ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ എയർ ഈ റോക്കറ്റ് മുകളിലോട്ട് പോകുന്നതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ താഴോട്ടായിരിക്കും എയർ റോക്കറ്റിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. അതുകൊണ്ട് ഈ ഡ്രാഗും നമ്മുടെ ത്രസ്റ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് അതിനെ കൗണ്ട്രാക്ട് ചെയ്യണം. പക്ഷെ ഡ്രാഗ് എന്ന് പറയുന്ന ഫോഴ്സ് നമുക്ക് കുറച്ച് കൺട്രോൾ ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മുടെ റോക്കറ്റിൻ്റെ നോസ് കോണും പിന്നെ ഫിൻസിൻ്റെയും ഷേപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രാഗ് കുറയ്ക്കാൻ പറ്റും. അപ്പം നമ്മുടെ ത്രസ്റ്റേഴ്സ് ഉപയോഗിച്ച് കൗണ്ട്രാക്ട് ചെയ്യേണ്ട ഫോഴ്സ് എന്ന് വെച്ചാൽ കുറവായിരിക്കും. അപ്പം അതാണ് ഡ്രാഗ്. പിന്നെ ഡ്രാഗ് നമ്മുടെ എയർ അപ്ലൈ ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് സ്പേസിലെത്തിക്കഴിഞ്ഞാൽ അതിനെ കുറച്ച് വറിയുണ്ട്. പിന്നെ ഉള്ള ഫോഴ്സാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ലിഫ്റ്റ് എന്ന് പറയുന്ന ഫോഴ്സ് നിങ്ങൾ കൂടുതലും പ്ലെയിനിൻ്റെ കേസിലൊക്കെ ആയിരിക്കും കേട്ടിട്ടുള്ളത്. കാരണം പ്ലെയിനിൻ്റെ കേസിൽ അതിൻ്റെ വിങ്സാണ് അവിടെ ലിഫ്റ്റ് കിട്ടുന്നത്. അപ്പം എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ പ്ലെയിന് ഒരു ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും ഉള്ള സമയം ഈ പ്ലെയിനിൻ്റെ അറ്റത്ത് കുറച്ച് ഫ്ലാപ്സ് ഉണ്ട്. അതെന്ന് വെച്ചാൽ സ്മോൾ പാനൽസാണ്. പക്ഷേ അതിൽ മോട്ടോഴ്സ് ഉപയോഗിച്ച് മുകളിലോട്ടും താഴോട്ടും ആവും. അതുകൊണ്ട് ഈ ഫ്ലാപ്സ് എന്ന് പറയുന്നത് ഇപ്പം താഴോട്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു ആംഗിളിലായിരിക്കും. അപ്പം ഇതാണ് പ്ലെയിനിൻ്റെ ഫ്രണ്ടും ഇത് ബാക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? പ്ലെയിൻ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പോകുമ്പം എയർ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യും. ഇതൊരു ആംഗിളിലായതുകൊണ്ട് എയർ ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ പ്ലെയിനിൻ്റെ വിങ്ങിനെ മുകളിലോട്ട് പുഷ് ചെയ്യും. അപ്പം ആ ഒരു മുകളിലോട്ട് പുഷ് ചെയ്യുന്ന ഫോഴ്സാണ് ലിഫ്റ്റ്. അതുകൊണ്ട് ലിഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഒരു പ്ലെയിൻ എന്ന് പറയുന്ന ഒരു വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. പക്ഷേ പ്ലെയിനിൻ്റെ കേസിൽ ഒരു വിങ്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലാണ്. പക്ഷേ നമ്മുടെ റോക്കറ്റിൻ്റെ കേസിൽ വിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫിന്നാണല്ലോ. പക്ഷേ ഈ ഫിന്നെന്ന് പറയുന്നത് വേർട്ടിക്കലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലിഫ്റ്റ് എന്ന് പറയുന്ന ഫോഴ്സ് ഹൊറിസോണ്ടലായിരിക്കും. അതുകൊണ്ട് റോക്കറ്റ് മുകളിലോട്ടാണ് പോകണമെങ്കിൽ ഈ ലിഫ്റ്റ് എന്ന് പറയുന്ന ഫോഴ്സ് ഒന്നെങ്കിൽ ഈ ഡയറക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഈ ഡയറക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ റോക്കറ്റിന് സ്ട്രെയിറ്റ് ആയിട്ട് പോകണമെങ്കിൽ ഈ ലിഫ്റ്റ് എന്ന് പറയുന്ന ഫോഴ്സ് കൊണ്ട് റോക്കറ്റ് എപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ചരിഞ്ഞു പോകും. അതുകൊണ്ട് അത് നമുക്ക് കൺട്രോൾ ചെയ്യണം. അതുകൊണ്ട് അതിൻ്റെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ റോക്കറ്റിന് നല്ലോണം സ്റ്റേബിളായിരിക്കണം. അതുകൊണ്ട് റോക്കറ്റ് എന്ന് വെച്ചാൽ അതിന് നല്ലോണം സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ റോക്കറ്റിന് മെയിനായിട്ട് 2 പോയിൻറ്റ്സ് ഉണ്ട്. ആദ്യത്തെ പോയിൻ്റാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയും. പിന്നെ രണ്ടാമത്തെ പോയിൻ്റാണ് സെൻറ്റർ ഓഫ് പ്രഷർ. അപ്പം ആദ്യം നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താണെന്ന് നോക്കാം. അപ്പം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് സിമ്പിളാണ്. ഇപ്പം നമ്മുടെ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന 15 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സ്കെയിൽ. അപ്പം ആ സ്കെയിലെന്ന് വെച്ചാൽ നമുക്ക് ഒരു വിരലുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് നമ്മുടെ വിരൽ 7.5 സെൻറ്റിമീറ്റേഴ്സ് അവിടെ വെച്ചാലേ നമ്മുടെ സ്കെയിൽ ബാലൻസ് ആവുള്ളൂ. എന്ന് വെച്ചാൽ ആ 7.5 സെൻറ്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ നമുക്ക് എവിടെ വെച്ചാണ് ആ സ്കെയിലിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് അതാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഭാഗം. അപ്പം ഈ റോക്കറ്റിൻ്റെ കേസിലാണെങ്കിൽ എനിക്ക് ഈ റോക്കറ്റിനെ എവിടെ വെച്ചാണ് ഇങ്ങനെ ഒരു വിരൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് അതാണ് ആ റോക്കറ്റിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പം ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന അതൊരു പിവറ്റിംഗ് പോയിൻറ്റും കൂടെയാണ്. എന്ന് വെച്ചാൽ റോക്കറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നടുക്കാണ്. എന്നാൽ റോക്കറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ ഒരു പോയിൻറ്റ് സെൻറ്റർ ആക്കിയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷേ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇവിടെയാണ്. എന്നാൽ ഈ റോക്കറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ ഒരു ഭാഗം സെൻറ്റർ ആക്കിയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെൻറ്റർ ഓഫ് പിവറ്റിംഗ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഈ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ റോക്കറ്റ് നല്ല സ്റ്റേബിൾ ആയിരിക്കണമെങ്കിൽ അതെപ്പോഴും
നമ്മുടെ റോക്കറ്റിൻ്റെ ഏറ്റവും മുകളിലായിരിക്കും. അപ്പം നമുക്ക് മാക്സിമം സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ റോക്കറ്റിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മുകളിൽ. ഇനി നമുക്ക് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് റോക്കറ്റ് നല്ല സ്പീഡിൽ പോകുമ്പം റോക്കറ്റിൻ്റെ ഏത് ഭാഗത്താണ് എയർ ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്യുന്നത് ആ ഭാഗമാണ് നമ്മുടെ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു റോക്കറ്റിന് ആ ഒരു സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ നോസ് കോണിൻ്റെ ഷേപ്പും പിന്നെ നമ്മുടെ ഫിൻസിൻ്റെ ഷേപ്പും കൂടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ റോക്കറ്റിൻ്റെ ഏത് ഭാഗത്ത് വേണോ ആക്കാം. അതുകൊണ്ട് നമുക്ക് മാക്സിമം സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ ഈ ഒരു സെൻറ്റർ ഓഫ് പ്രഷർ റോക്കറ്റിൻ്റെ താഴെ ആയിരിക്കണം. അപ്പം ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മുകളിലും സെൻറ്റർ ഓഫ് പ്രഷർ താഴെ. അപ്പം ഈ മുകളിലായിരിക്കും നമ്മുടെ പിവറ്റിംഗ് പോയിൻ്റ്, താഴെ ആയിരിക്കും എയർ ഹിറ്റ് ചെയ്യുന്നത്. അപ്പം എൻ്റെ കൈയാണ് എയർ എന്ന് വിചാരിക്കും. അപ്പം എയർ ഇങ്ങനെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ റോക്കറ്റ് ചരിയും. പക്ഷേ എയർ എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങ് പോവും. അപ്പോൾ പോകുമ്പോൾ എന്ത് സംഭവിക്കും? റോക്കറ്റ് തിരിച്ച് ആ ചരിഞ്ഞ ആംഗിളിൽ നിന്ന് അങ്ങ് സ്ട്രെയിറ്റ് ആവും. അതുകൊണ്ട് നമ്മുടെ റോക്കറ്റ് പറക്കുമ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വിൻഡ് വന്നാലും റോക്കറ്റ് ചരിയും, പക്ഷേ അത് കഴിഞ്ഞിട്ട് അത് സ്ട്രെയിറ്റ് ആവും ആ വിൻഡ് പോകുമ്പോൾ. എന്നിട്ട് ഇനി നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. അപ്പം എങ്ങനെ പ്രൂവ് ചെയ്യും? നമുക്ക് ഈ ഒരു പോയിൻറ്റ്സ് ഒന്ന് ഫ്ലിപ്പ് ചെയ്യാം. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി താഴെ വെച്ചിട്ട് സെൻറ്റർ ഓഫ് പ്രഷർ അങ്ങ് മുകളിൽ വയ്ക്കാം. അപ്പോൾ താഴെ ആയിരിക്കും പിവറ്റിംഗ് പോയിൻറ്റും മുകളിലായിരിക്കും നമ്മുടെ എയർ ഹിറ്റ് ചെയ്യുന്നത്. അപ്പം ഇനി എൻ്റെ ഹാൻഡാണ് എയർ. അപ്പം എയർ ഇങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോൾ ചരിഞ്ഞു, പക്ഷേ നേരെ ആവുന്നതിന് പകരം പതുക്കെ കൂടുതൽ ചരിഞ്ഞിട്ട് അവസാനം ഗ്രൗണ്ടിൽ വന്നങ്ങ് ക്രാഷ് ആവും. അതുകൊണ്ട് ആ ഒരു മിഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഫെയിലായി. അതുകൊണ്ടാണ് എല്ലാ റോക്കറ്റിലും ഏത് റോക്കറ്റ് ആയിരുന്നാലും അതിൽ നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന മുകളിലും സെൻറ്റർ ഓഫ് പ്രഷർ താഴെയുമായിരിക്കും. അപ്പം നമുക്ക് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് പ്രഷറും തമ്മിലുള്ള ദൂരം കൂടുന്തോറും നമ്മുടെ റോക്കറ്റ് കൂടുതൽ സ്റ്റേബിളായിരിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ത്രസ്റ്റ് എന്ന് പറയുന്നത് അത് ന്യൂട്ടൻ്റെ തേർഡ് ലോ കാരണം ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ കാണും. അതിൻ്റെ കുറച്ചും കൂടെ റിയൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് ഇത്. അപ്പം ഈ പിക്ചറിൽ ഇവിടെ 3 ഫയർമെൻ ഒരു ഓസ് പിടിച്ചിട്ട് തീ അണയ്ക്കാൻ നോക്കുകയാണ്. അപ്പം നിങ്ങളുടെ മനസ്സിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇതായിരിക്കും: എന്തുകൊണ്ട് 3 ഫയർമെൻ ഒരേ ഓസ് പിടിച്ചേക്കുന്നു? 3 ഫയർമെന്നിന് 3 ഓസ് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെട്ടെന്ന് തീ അണയ്ക്കാൻ പറ്റൂലേ? അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ സിമ്പിളാണ്. ഈ ഓസ് എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ ഹൈ പ്രഷറുള്ള വാട്ടർ ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു ഓപ്പണിംഗ് വഴി ആ വെള്ളമൊക്കെ വെളിയിലോട്ട് പോകുമ്പോഴത്തേക്കും ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സാണ് അപ്ലൈ ആവുന്നത് വെളിയിലോട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ആകുമ്പോഴത്തേക്കും ഇതിന് എന്തായിരുന്നാലും ന്യൂട്ടൻ്റെ തേർഡ് ലോ കാരണം ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോഴ്സ് കാണും. അപ്പോൾ ആ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് വെള്ളം അപ്ലൈ ചെയ്ത ഫോഴ്സ്. അതുകൊണ്ട് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ആ ഫയർമെൻ്റെ അടുത്തോട്ടായിരിക്കും ആ ഒരു ഫോഴ്സ് അപ്ലൈ ആവുന്നത്. അപ്പം ഒരാൾ മാത്രമാണ് ഒരു ഓസ് പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് അതിനെ ആ ഒരു ഓസിനെ നമുക്ക് ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല നമ്മൾ കാലിൻ്റെ ബാലൻസ് എത്തി വീഴും. കാരണം എന്ന് വെച്ചാൽ അത്ര ഹൈ ആയിട്ടുള്ള ഒരു ഫോഴ്സാണ് ആ ഒരു ഓസിന് വെളിയിലോട്ട് അപ്ലൈ ആവുന്നത്. അതുകൊണ്ട് ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കും ഓപ്പോസിറ്റായിട്ട് നമ്മുടെ അടുത്തോട്ട് അപ്ലൈ ആവുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ 3 പേര് ഒരേ ഓസ് ഉപയോഗിച്ചിട്ട് തീ അണയ്ക്കുന്നത്. ഇനി നമുക്ക് റോക്കറ്റിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിനെ കുറിച്ച് നോക്കാം. അപ്പം ഒരു റോക്കറ്റ് എന്ന് വെച്ചാൽ മെയിനായിട്ട് 2 പ്രൊപ്പൽഷൻ സിസ്റ്റംസാണ് ഉള്ളത്. അപ്പം ആദ്യത്തെ പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം. പിന്നെ രണ്ടാമത്തെ പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് സോളിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം. അപ്പം ആദ്യം ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം എന്തെന്ന് നോക്കാം. അപ്പം ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ ഈ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്ന് പറയുന്ന ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും, എന്ന് വെച്ചാൽ വെള്ളം പോലെ. അപ്പം ആദ്യം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഈ പിക്ചറിൽ നോക്കിയാൽ ഇവിടെ ആദ്യം മുകളിൽ ഒരു ടാങ്കുണ്ട്. ആ മുകളിലത്തെ ടാങ്കിനകത്താണ് നമ്മുടെ ലിക്വിഡ് ഫ്യൂവൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ
ആ ഫ്യൂലാണ് നമ്മുടെ റോക്കറ്റിൻ്റെ ത്രസ്റ്റേഴ്സിനെ പവർ ചെയ്യുന്നത്. അത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്. എന്നിട്ട് അതിൻ്റെ താഴെയുള്ള ഒരു ടാങ്ക് എന്ന് പറയുന്നത് അത് ലിക്വിഡ് ഫ്യൂൽ തന്നെയല്ല, അതെന്ന് പറയുന്നത് ലിക്വിഡ് ഓക്സിഡൈസറാണ്. ഓക്സിഡൈസർ എന്ന് വെച്ചാൽ ഓക്സിജനാണ്. അപ്പം ഇത് ലിക്വിഡ് ഓക്സിഡൈസർ എന്ന് പറയാൻ കാരണം ഇത് ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഈ ഒരു ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഓക്സിജൻ എന്ന് വെച്ചാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അത് ഒരു ഗ്യാസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിനെ നമുക്ക് ലിക്വിഡ് ആക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ആവി എന്ന് പറയുന്നത് നമ്മൾ തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് തിരിച്ച് വെള്ളമാകും. അപ്പം ഇതേപോലത്തെ ഒരു പ്രോസസ്സാണ്. ഇപ്പം നമ്മുടെ ആവി എന്ന് പറയുന്ന ഈ കേസിൽ നമ്മുടെ ഗ്യാസിയസ് സ്റ്റേറ്റിലുള്ള ഓക്സിജൻ തന്നെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അതിനെ വെള്ളമാക്കാൻ അതിനെ നമ്മൾ തണുപ്പിച്ചു. അതുകൊണ്ട് അതേ സെയിം കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ ആ ഒരു ഗ്യാസിയസ് ഓക്സിജനെ നമ്മൾ തണുപ്പിക്കുമ്പോഴത്തേക്കും അത് ഒരു ലിക്വിഡ് ഓക്സിജനാവും. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഏകദേശം -260 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പിച്ചാൽ ഇത് ലിക്വിഡ് ആയിട്ടുള്ള ഓക്സിജനാവും. അപ്പം നിങ്ങളുടെ മനസ്സിലാവുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരിക്കും, എന്തുകൊണ്ടാണ് ലിക്വിഡ് ഓക്സിജൻ ഉപയോഗിക്കുന്നത്? അപ്പം അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കുഞ്ഞായിരുന്നപ്പം ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തതാണ്. അതെന്ന് വെച്ചാൽ ഒരു ക്യാൻഡിൽ എടുത്തിട്ട് മെഴുതിരി ഒന്ന് കത്തിച്ചിട്ട് എന്ത് ചെയ്യും, അത് ഒരു അടപ്പ് വല്ലതും വെച്ച് അതിനെ അടച്ച് വയ്ക്കും, അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് വല്ലതും വെച്ച് കഴിഞ്ഞാൽ അത് ഒരു 5-6 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു അടപ്പ് തുറക്കുമ്പോഴത്തേക്കും ആ തീ അങ്ങ് അണഞ്ഞു പോയി കാണും. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ എന്താണ്, തീയിന് കത്തണമെങ്കിൽ അതിന് ഓക്സിജൻ വേണം. അപ്പം നമ്മൾ അത് അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഓക്സിജൻ്റെ സപ്ലൈ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡാണ്. അതുകൊണ്ട് ഒരു കുറച്ച് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ആ തീ ആ ഒരു ഓക്സിജനെയൊക്കെ ബേൺ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കും. ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കുമ്പോൾ എന്ത് സംഭവിക്കും, മിച്ചം ഓക്സിജനൊന്നുമില്ല. അതുകൊണ്ടാണ് തീ അണഞ്ഞു പോകുന്നത്. അപ്പം നമ്മുടെ എർത്തിൽ വെച്ചാണെങ്കിൽ ഈ ഫ്യൂവലിന് ബേൺ ചെയ്യാൻ നമുക്ക് ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഓക്സിജനുണ്ട്. പക്ഷേ റോക്കെന്ന് വെച്ചാൽ സ്പേസിൽ വെച്ചും വർക്ക് ചെയ്യണം. അതുകൊണ്ട് സ്പേസിലാണെങ്കിൽ അറ്റ്മോസ്ഫിയറില്ല, അതുകൊണ്ട് ഓക്സിജനും ഇല്ല. അതുകൊണ്ട് ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് ഫ്യൂവൽ ബേൺ ചെയ്യത്തില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ ഓക്സിജൻ തന്നെ ഈ ഫ്യൂവലിന് വേണ്ടി സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ലിക്വിഡ് ഓക്സിഡൈസർ ഉപയോഗിക്കുന്നത്. അപ്പം ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇവിടെ ഈ മുകളിലത്തെ ടാങ്ക്, അതായത് ആ ലിക്വിഡ് ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഒരു പൈപ്പ് താഴോട്ടിങ്ങനെ വരുന്നുണ്ട്, ഒരു ട്യൂബ്. എന്നിട്ട് ആ ലിക്വിഡ് ഓക്സിഡൈസർ ടാങ്കിൽ നിന്നും ഒരു ട്യൂബ് താഴോട്ട് വരുന്നുണ്ട്. താഴോട്ട് വന്നിട്ട് ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു സ്ക്വയർ പിക്ചറിൽ കാണാം. അതെന്ന് വെച്ചാൽ ടർബോ പമ്പാണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന പമ്പ് തന്നെ. പക്ഷെ ടർബോ പമ്പ് എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്. ഇപ്പം ഒരു പമ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, നമ്മൾ ഇപ്പം ഒരു 2 നില വീടാണെങ്കിൽ അത് താഴത്തെ നിലയിൽ നിന്ന് ഒരു പമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം മുകളിലത്തെ നിലയിലോട്ട് എത്തിക്കാൻ പറ്റും. ഇതേപോലെയാണ് ഇത്. പക്ഷേ ഇവിടെ സ്പേസിലും വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവിടെ മുകളിലോട്ടോ താഴോട്ടോ ഒന്നൊന്നുമില്ല. ഇത് ആ ലിക്വിഡ് ഓക്സിഡൈസിൻ്റെയും ലിക്വിഡ് ഫ്യൂൽ ടാങ്കിൽ നിന്നും വരുന്ന അതിൻ്റെ ആ ഒരു ഫ്ലോയിനെ കുറച്ചും കൂടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനാണ്. അപ്പം അതാണ് ഈ പമ്പ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പമ്പ് ഇങ്ങനെ ചെയ്തിട്ട് ഒരു ഹൈ പ്രഷറിലുള്ള ലിക്വിഡ് ഓക്സിഡൈസറും ആ ലിക്വിഡ് ഫ്യൂലും കൂടെ എവിടെ എത്തും, അതാണ് കമ്പഷൻ ചേംബർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കമ്പഷൻ ചേംബർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി വെരി ഹൈ പ്രഷറുണ്ട്. കാരണം അതിൽ അതിൽ ഹീലിയമാണ് അതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് ഈ ലിക്വിഡ് ഓക്സിഡൈസറും പിന്നെ ഫ്യൂലും കൂടെ എത്തുമ്പോഴത്തേക്കും ആ പ്രഷർ വീണ്ടും കൂടും. അപ്പോൾ പ്രഷർ ഇങ്ങനെ വീണ്ടും കൂടുമ്പോഴത്തേക്കും അതൊരു വളരെ ഹൈ ആയിട്ടുള്ള ഒരു പ്രഷർ ഉണ്ടാകും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു കമ്പഷൻ ചേംബറിനകത്തൊരു സ്പാർക്ക് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സ്പാർക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് അങ്ങ് ഇഗ്നൈറ്റ് ചെയ്യും. ഇങ്ങനെ ഇഗ്നൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ലിക്വിഡ് ഫ്യൂല് ആ ഒരു ചൂടാവും. ഇങ്ങനെ ചൂടാകുമ്പം ആ ലിക്വിഡ് ഓക്സിഡൈസറിന് ആ ഒരു ചൂട് കാരണം അതങ്ങ് ഗ്യാസ് ആവും. ഇങ്ങനെ ഗ്യാസ് ആകുമ്പോൾ ഈ ഗ്യാസ് നമ്മുടെ ലിക്വിഡ് ഫ്യൂൽ ഉപയോഗിച്ചിട്ട് കത്തും. ഇങ്ങനെ കത്തുമ്പോൾ എന്തായിരുന്നാലും ഗ്യാസസ് ഉണ്ടാവും.
അപ്പം ഈ ഗ്യാസസ് എന്ന് വെച്ചാൽ വളരെ ഹൈ പ്രഷറാണ്, ഇതിനെ നമ്മൾ എക്സോസ് ഗ്യാസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സോസ് ഗ്യാസാണ് നമ്മുടെ ത്രസ്റ്റ്. അപ്പോൾ ഈ ത്രസ്റ്റ് എന്ന് വെച്ചാൽ എവിടെയെങ്കിലും വഴി വെളിയിലോട്ട് വരണമല്ലോ, അതാണ് നോസിൽ എന്ന് പറയും. അപ്പം ഈ ഒരു മോഡൽ റോക്കറ്റിൻ്റെ കേസിൽ ഇവിടെയാണ് ഒരു കമ്പസ്റ്റൻ ചേംബർ, എന്നിട്ട് അതുവഴിയുള്ള ഹൈ പ്രഷർ എക്സോസ് ഗ്യാസസ് ആണ് താഴെയുള്ള ഈ ഒരു വൈറ്റ് കോണിക്കൽ ഷേപ്പ് ഓപ്പണിംഗ് വഴി വെളിയിലോട്ട് വരും. അപ്പോൾ ഈ ഒരു കോണിക്കൽ ഷേപ്പ് ഓപ്പണിങ്ങിനാണ് നമ്മൾ നോസിൽ എന്ന് പറയുന്നത്. അപ്പം നോസിൽ നിന്ന് വെളിയിലോട്ട് വരുമ്പം നമുക്ക് ത്രസ്റ്റ് കിട്ടി. ഇനിയുള്ള ഒരു ടൈപ്പ് ഫ്യൂൽ പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് നമ്മുടെ സോളിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം. അപ്പം ഈ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സോളിഡായിട്ടാണ് ഫ്യൂല് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പൊടി പോലത്തെ ഒരു രീതിയിലാണ് ഇതിനെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു സിലിണ്ടറിക്കലായിട്ടുള്ള ഒരു ഷേപ്പിനകത്താണ് വെച്ചേക്കുന്നത്. എന്നിട്ട് പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഓക്സിഡൈസർ ഇല്ല, കാരണം ആ ഒരു ഫ്യൂലിൽ തന്നെ ഓക്സിജൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ വെള്ളം എന്ന് പറയുന്നത് H2O ആണ്. എന്ന് വെച്ചാൽ രണ്ട് ഹൈഡ്രജൻ മോളിക്യൂളും ഒരു ഓക്സിജൻ മോളിക്യൂൾ. അപ്പോൾ അതിൽ തന്നെ ഓക്സിജൻ ഉണ്ട്. ഇതേപോലെയാണ് ഈ കേസിൽ. ഇവിടെ ആ ഒരു സോളിഡ് ഫ്യൂലിൽ തന്നെ ഓക്സിജൻ അതിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് അതിന് ബേൺ ചെയ്യണമെങ്കിൽ സ്പേസിൽ തന്നെ നമുക്ക് അതിൻ്റെ ഓക്സിജൻ സപ്ലൈ ചെയ്യാതെ തന്നെ അതിന് ബേൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഓക്സിഡൈസറൊന്നും വെക്കാത്തത്. എന്നിട്ട് ഈ ഒരു സിലിണ്ടറിൻ്റെ നടുക്കൂടെ ഒരു സ്മോൾ ട്യൂബ് കാണും. അപ്പം ഈ ഒരു ട്യൂബ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഒരു ഇഗ്നൈറ്റർ ഉണ്ട്. എന്നുവെച്ചാൽ അവിടെ നിന്ന് ഒരു സ്പാർക്ക് വരും. ഇങ്ങനെ സ്പാർക്ക് വരുമ്പോഴത്തേക്കും ഇത് നടുക്കുന്ന് വെളിയിലോട്ട് കത്തും. അപ്പം ഈ ഒരു ഫ്യൂല് കത്തുമ്പോഴത്തേക്കും അതിനുള്ള ഒരു എക്സോസ് ഗ്യാസസ്, ഈ എക്സോസ് ഗ്യാസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പസ്റ്റൻ ചേംബർ എത്തും. കമ്പസ്റ്റൻ ചേംബറിൽ എത്തുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രഷർ ഒന്നും കൂടെ ബിൽഡപ്പ് ചെയ്യാനാണ്. അപ്പോൾ എന്നിട്ടൊരു ഹൈ പ്രഷർ എത്തുമ്പോഴത്തേക്കും ഈ നോസിൽ ഓപ്പൺ ആയിട്ട് നോസിൽ വഴി എക്സോസ് ഗ്യാസ് അങ്ങ് വെളിയിലോട്ട് പോകും. അപ്പം അതാണ് നമ്മുടെ ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നതാണ് റോക്കറ്റിൻ്റെ കൺട്രോൾസ്. ഇപ്പോൾ റോക്കറ്റ് എന്ന് വെച്ചാൽ നമുക്ക് അതിനെ ഏതെങ്കിലും ഒരു വേയിൽ കൂടെ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ. അപ്പം അതിന് മെയിനായിട്ട് 4 വേസാണ് ഉള്ളത്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ വേ ആണ് മൂവബിൾ ഫിൻ എന്ന് പറഞ്ഞ ടെക്നിക്ക്. അതാണ് ആദ്യത്തെ പിക്ചറിൽ കൊടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു മൂവബിൾ ഫിൻ ടെക്നിക്കിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഫിൻസിൻ്റെ അറ്റത്തുള്ള ഒരു ഭാഗം അവിടെ ഒരു സെപ്പറേറ്റഡ് ആണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് ജോയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു മോട്ടർ വെച്ചിട്ട് ഈ ഒരു ഫിന്നിൻ്റെ അറ്റം എന്ന് പറയുന്നത് നമുക്ക് മൂവ് ചെയ്യാം. ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റോക്കറ്റിൻ്റെ ചുറ്റുമുള്ള എയർ ഫ്ലോയും മാറും. ഇങ്ങനെ എയർ ഫ്ലോ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ റോക്കറ്റിനെ ആ ഒരു എയർ പുഷ് ചെയ്തിട്ട് ആ റോക്കറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെന്ന് വെച്ചാൽ ലിഫ്റ്റ് എന്ന് പറയുന്ന ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് എയർ എന്തായിരുന്നാലും വേണം. അതുകൊണ്ട് സ്പേസിലായിരുന്ന ഈ ടെക്നിക്ക് വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഇത് അത്ര കോമൺ അല്ലാത്തത്. പിന്നെയുള്ള രണ്ടാമത്തെ ടെക്നിക്കാണ് ഗിംബിൾഡ് ത്രസ്റ്റ് എന്ന് പറഞ്ഞ ടെക്നിക്ക്. ഗിംബിൾഡ് ത്രസ്റ്റ് എന്ന് പറയുന്ന ടെക്നിക്ക് നിങ്ങൾ മിക്കവാറും ഈ വെക്ടർ ത്രസ്റ്റിംഗ് എന്ന് പറഞ്ഞ് കേട്ട് കാണും. വെക്ടർ ത്രസ്റ്റിംഗ് എന്ന് പറയുന്ന ഇലോൺ മസ്ക് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 എന്ന് പറഞ്ഞ ഒരു റീയൂസബിൾ റോക്കറ്റ് അതിലുപയോഗിച്ചിരുന്ന ടെക്നിക്കാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഫിൻസ് ഒന്നും മൂവ് ചെയ്യത്തില്ല, അതിന് പകരം നോസിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പം നോസിലിൻ്റെ ചുറ്റും കുറേ മോട്ടോഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ നോസിൽ എന്ന് പറയുന്ന ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഇപ്പം നോസിൽ എന്ന് പറയുന്ന ഒരു സൈഡിലോട്ടാക്കി കഴിഞ്ഞാൽ ആ നോസിൽ വഴിയിലെ ത്രസ്റ്റ് വരുന്നത്. അതുകൊണ്ട് ത്രസ്റ്റിൻ്റെ ഡയറക്ഷനും മാറും. അപ്പം ആ ഒരു ത്രസ്റ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലോട്ട് ആക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ റോക്കറ്റ് എന്ന് പറഞ്ഞാൽ പതുക്കെ ആ ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് അങ്ങ് തിരിയും. അത് പതുക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പം അത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമുള്ള ആംഗിൾ എത്തിക്കഴിയുമ്പം ആ നോസിൽ നമ്മുടെ മോട്ടോഴ്സ് ഉപയോഗിച്ച് തിരിച്ച് സ്ട്രെയിറ്റ് ആക്കി കഴിഞ്ഞാൽ ആ റൊട്ടേറ്റ് ചെയ്ത് ആ ഒരു ആംഗിളിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അതാണ് നമ്മുടെ വെക്ടർ ത്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഗിംബിൾഡ് ത്രസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ്. പിന്നെ ഉള്ള മെത്തേഡാണ് വെർനിയർ റോക്കറ്റ് എന്ന് പറയും.
ഇപ്പോൾ വേർണിയർ റോക്കറ്റ് എന്ന് പറയുന്ന ടെക്നിക്കാണ് നമ്മുടെ ഇസ്രോയുടെ PSLV റോക്കറ്റിലും GSLV റോക്കറ്റിലും ഒക്കെ ഉപയോഗിക്കുന്നത്. ഈ ടെക്നിക്കിൽ എന്ന് വെച്ചാൽ മെയിനായിട്ട് നടുക്കൊരു റോക്കറ്റ് ആണ്, പിന്നെ രണ്ട് സൈഡിൽ രണ്ട് കുഞ്ഞു റോക്കറ്റ്സ് ആണ്. അതിനെയാണ് നമ്മൾ റോക്കറ്റിൻ്റെ ബൂസ്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ ബൂസ്റ്റേഴ്സിൽ ഈ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. എന്നുവെച്ചാൽ ഇതിൻ്റെ നമുക്ക് ത്രസ്റ്റ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഒക്കെ പറ്റും. പക്ഷേ സോളിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് നമുക്ക് റോക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നത്, എന്നാൽ നമുക്ക് എന്നെ ഈ സൈഡിലോട്ട് ചരിക്കണം. ഇങ്ങനെ ചരിക്കണമെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു മെയിൻ റോക്കറ്റിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് ബൂസ്റ്റേഴ്സാണ്. അപ്പം ഈ എല്ലാ ബൂസ്റ്റേഴ്സും മെയിൻ റോക്കറ്റും ഫുൾ പവറിൽ പോകുമ്പോഴാണ് നമ്മൾ അതിനെ പവേർഡ് അസെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഈ പവേർഡ് അസെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഈ നമുക്ക് ചരിക്കണം. അപ്പോൾ ചരിക്കണമെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ ചരിക്കണം എന്നുള്ളതുകൊണ്ട് ഇവിടെയുള്ള ബൂസ്റ്റർ അങ്ങ് ഓഫ് ചെയ്യും. ഓഫ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക, ഇവിടെ പുഷ് ചെയ്യാൻ ഒന്നുമില്ല. അതുകൊണ്ട് റോക്കറ്റ് പതുക്കെ ഇങ്ങനെ ചരിയും. എന്നിട്ട് ചരിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ആംഗിൾ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ബൂസ്റ്റർ വീണ്ടും ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡയറക്ഷനിൽ വയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് വേർണിയർ റോക്കറ്റ് എന്ന് പറയുന്ന ടെക്നിക്ക്. പിന്നെ ഉള്ളതാണ് ത്രസ്റ്റ് വെയിൻ. അപ്പം ത്രസ്റ്റ് വെയിൻ എന്ന് പറയുന്ന ടെക്നിക്കിൽ ഫിൻസ് ഒന്നും അങ്ങനെ മൂവ് ചെയ്യത്തില്ല. അതിന് പകരം അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നോസലിൻ്റെ അടിയിലാണ് ഫിൻ വെച്ചേക്കുന്നത്. സാധാ റോക്കറ്റ് പോലെ ബോഡി ട്യൂബിലും ഇതേപോലെ ഫിൻസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ ഒരു അഡീഷണലായിട്ട് നോസലിൻ്റെ അടിയിലും ഫിൻ ഉപയോഗിക്കും. ഇതും മൂവബിളാണ്. അതുകൊണ്ട് ഈ റോക്കറ്റ് എന്ന് പറയുന്ന ആ നോസലിൽ ഉള്ള ത്രസ്റ്റ്, ആ ത്രസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു അടിയിലുള്ള ഫിന്ന്, ഈ ഫിന്നൊന്ന് മോട്ടോഴ്സ് ഉപയോഗിച്ച് ഒരു ആംഗിളിൽ വെച്ച് കഴിഞ്ഞാൽ ത്രസ്റ്റ് അവിടെ ഹിറ്റ് ചെയ്തിട്ട് ബൗൺസ് ചെയ്ത് പോകും. ഒരു ലൈറ്റ് ഒരു മിററിൽ തട്ടി ബൗൺസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ ഒരു ബൗൺസ് ചെയ്ത് പോകുന്ന ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ നോസിൽ നിന്ന് ത്രസ്റ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റോക്കറ്റിൻ്റെയും ഡയറക്ഷൻ മാറും. അപ്പം അതാണ് ത്രസ്റ്റ് വെയിൻ എന്ന് പറയുന്ന ടെക്നിക്ക്. ലാസ്റ്റ് പറഞ്ഞ 3 ടെക്നിക്ക്, അതായത് ഗിംബിളുടെ ത്രസ്റ്റ് ടെക്നിക്ക്, വേർണിയർ റോക്കറ്റും പിന്നെ ത്രസ്റ്റ് വെയിനും. ഈ 3 ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പേസിൽ വെച്ചും ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് റോക്കറ്റിൻ്റെ സ്റ്റേജിങ് മെക്കാനിസത്തിനെ കുറിച്ച് നോക്കാം. ഇപ്പോൾ റോക്കറ്റ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റേജിങ് മെക്കാനിസമാണ് ഉള്ളത്. ആദ്യത്തെയാണ് പാരലൽ സ്റ്റേജിങ്ങും രണ്ടാമത്തേത് സീരിയൽ സ്റ്റേജിങ്. ആദ്യം പാരലൽ സ്റ്റേജിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ പാരലൽ സ്റ്റേജിങ് എന്ന് പറയുന്ന ടെക്നിക്കിൽ ഒരു മെയിൻ നടുക്കൊരു റോക്കറ്റാണ്, 2 സൈഡിൽ 2 ബൂസ്റ്റേഴ്സും കാണും. അപ്പോൾ ഈ ബൂസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ സ്മോൾ ആയിട്ടുള്ള ഫ്യൂൽ ടാങ്കാണ് ഉള്ളത്. അതുകൊണ്ട് ഈ ബൂസ്റ്റേഴ്സിൻ്റെ ഫ്യൂല് പെട്ടെന്ന് തീരും. ഇങ്ങനെ തീരുമ്പോൾ എന്ത് സംഭവിക്കും, ഈ മെയിനായിട്ടുള്ള റോക്കറ്റിന് ആ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ബൂസ്റ്റേഴ്സിനെയും കൂടെ ക്യാരി ചെയ്യണം. അതെന്ന് വെച്ചാൽ ഒരു വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഡിസഡ്വാൻറ്റേജാണ്. അതുകൊണ്ട് ഈ ഒരു ബൂസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ സ്ട്രാപ്പ് ഡൗൺ ആണ്. അതുകൊണ്ട് ഫ്യൂൽ തീരുമ്പോഴത്തേക്കും ഒരു സ്ട്രാപ്പ് ബ്രേക്ക് ആവും. ഇങ്ങനെ ബ്രേക്ക് ആകുമ്പം ഈ ഒരു 2 ബൂസ്റ്റേഴ്സും 2 സൈഡിലോട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് താഴോട്ട് ഓഷനിലങ്ങ് വീഴും. ഇത് 2 സൈഡിലോട്ട് സെപ്പറേറ്റ് ആവുന്നതുകൊണ്ടാണ് പാരലൽ സ്റ്റേജിങ് എന്ന് പറയുന്നത്. പിന്നെ ഇത് എപ്പോഴും ഓഷനിൽ മാത്രമേ വീഴാറുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഓഷൻ്റെ മുകളിലെത്തുമ്പോൾ മാത്രമേ ഈ ഒരു ഫ്യൂൽ ടാങ്ക് തീരുള്ളൂ എന്ന് വെച്ചിട്ടുള്ള ഒരു കപ്പാസിറ്റിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയുള്ള രണ്ടാമത്തെ ടെക്നിക്കാണ് സീരിയൽ സ്റ്റേജിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ സീരിയൽ സ്റ്റേജിങ് ടെക്നിക്കിൽ ഇവിടെ ബിഫോർ സ്റ്റേജിങ്ങിൽ ഒരു ലോങ് ആയിട്ടുള്ള ഒരു സിംഗിൾ റോക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ശരിക്കും ഇത് 2 റോക്കറ്റ്സ് ആണ്. മുകളിലൊരു സ്മോൾ റോക്കറ്റും താഴെ ഒരു ലോങ്ങർ ബൂസ്റ്ററുമാണ്. അപ്പോൾ ഈ മുകളിലത്തെ ഉള്ള റോക്കറ്റിലാണ് നമ്മുടെ പേലോഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, ആദ്യം ഈ ലിഫ്റ്റ് ഓഫ് തുടങ്ങുമ്പോൾ തന്നെ താഴത്തെ ബൂസ്റ്റർ മാത്രമേ ഫയർ ചെയ്യത്തുള്ളൂ. കാരണം മുകളിലത്തെ ബൂസ്റ്റർ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ബൂസ്റ്റർ കത്തിപ്പിടിക്കും. അതുകൊണ്ട് താഴത്തെ ബൂസ്റ്റർ ഫയർ ചെയ്തിട്ട് അതിൻ്റെ ഫ്യൂല് തീരുമ്പോഴത്തേക്കും ആ ഒരു സ്ട്രാപ്പ് അങ്ങ് ബ്രേക്ക് ആവും, പാരലൽ സ്റ്റേജിങ്ങിലുള്ള പോലെ. അപ്പം സ്ട്രാപ്പ് ബ്രേക്ക് ആകുമ്പം ഈ താഴത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് താഴോട്ട് ഓഷനിൽ വീഴും. എന്നിട്ട് മുകളിലത്തെ ആ ഒരു ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ
അത് അതിൻ്റെ ത്രസ്റ്റേഴ്സ് ഓൺ ആവും, എന്നിട്ട് അതതിൻ്റെ ജേർണി ബാക്കി കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അതാണ് സീരിയൽ സ്റ്റേജിങ് എന്ന് പറയുന്ന മെക്കാനിസം. ഇനി നമുക്ക് റോക്കറ്റിൻ്റെ ഓരോ ടൈപ്സിനെ കുറിച്ച് നോക്കാം. ഇപ്പോൾ റോക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറേ ടൈപ്സ് ഉണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള 3 ടൈപ്പ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം ആദ്യത്തെ ടൈപ്പാണ് മോഡൽ റോക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം മോഡൽ റോക്കറ്റ് എന്ന് വെച്ചാൽ അത് സ്മോൾ ആയിട്ടുള്ള റോക്കറ്റ്സ് ആണ്. അത് ലെസ് ദാൻ 6 feet ടോൾ വരെ എത്താറുള്ളൂ. അതുകൊണ്ട് ഈ ടൈപ്പ് റോക്കറ്റ് എന്ന് പറയുന്ന ഇതിന് ഒരു ലിമിറ്റേഷനുണ്ട്. ഈ ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ ഈ ടൈപ്പ് റോക്കറ്റിൽ നമുക്ക് മെറ്റാലിക് പാർട്സ് ഒന്നും ഉപയോഗിച്ചുകൂടാ. ഇനി ഉപയോഗിച്ചുകൂടാന്ന് പറയുന്ന അങ്ങനെയാണ് ഒരു അമേരിക്കൻ ലോ. കാരണം നമുക്ക് ഇന്ത്യൻ ലോസ് ഇല്ല ഈ റോക്കറ്ററിയെ അപേക്ഷിച്ച്. അതുകൊണ്ട് നമ്മൾ അമേരിക്കൻസിൻ്റെ ലോയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവരെന്ന് വെച്ചാൽ ഇങ്ങനെ മോഡൽ റോക്കറ്റ്സിൽ മെറ്റാലിക് പാർട്സ് ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് ഈ ടൈപ്പ് റോക്കറ്റ്സ് എന്ന് പറയുന്ന മാക്സിമം 100 meter ആൾട്ടിറ്റ്യൂഡ് മാത്രമേ എത്താറുള്ളൂ. അതുകൊണ്ട് ഈ റോക്കറ്റ്സ് നമുക്ക് റിസർച്ചിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഒന്നും സ്പേസിലോട്ടൊന്നും ലോഞ്ച് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഫണ്ണിനുള്ള റോക്കറ്റ് എന്ന് പറയാം. പിന്നെ ഈ ടൈപ്പ് റോക്കറ്റ് ഇത്ര ചെറുതായതുകൊണ്ട് നമുക്കിത് ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കിയാൽ നമുക്ക് ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ പ്രിക്കോഷൻസൊക്കെ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ള ഒരു ടൈപ്പ് റോക്കറ്റാണ് ഹൈ പവർ റോക്കറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഹൈ പവർ റോക്കറ്റ് എന്ന് പറയുന്ന ഇതിൽ മെറ്റാലിക് പാർട്സൊക്കെ ഉപയോഗിക്കും. ഇതെന്ന് പറയുന്ന 100 meter ആൾട്ടിറ്റ്യൂഡ് തൊട്ട് ഏകദേശം 100 kilometer ആൾട്ടിറ്റ്യൂഡ് വരെയാണ് എത്തുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് 100 kilometer അത്ര പ്രിസൈസായിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അവർ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ഒരു സ്പേസും പിന്നെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറും തമ്മിലുള്ള ഒരു ബൗണ്ടറി എന്നാണ്. പക്ഷേ ശരിക്കും അങ്ങനെ ഒരു ബൗണ്ടറി ഒന്നും ഇല്ല, പക്ഷേ അവർ പറഞ്ഞുകൊണ്ട് നമുക്കത് ഉപയോഗിക്കണം. അതുകൊണ്ട് ഈ ടൈപ്പ് റോക്കറ്റ് എന്ന് പറയുന്നത് സ്പേസ് എത്തത്തില്ല, പക്ഷേ ഒരു ബൗണ്ടറി വരെയാണ് എത്തുന്നത്. ഇത് മെറ്റാലിക് പാർട്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് റിസർച്ചിനാണ് കൂടുതലും ഉപയോഗിക്കാറുള്ളത്. ഈ ടൈപ്പ് റോക്കറ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഹോം മെയ്ഡായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇത് കുറച്ചും കൂടെ എക്സ്പെൻസീവുമാണ്, ഇത് വളരെ ഹ്യൂജുമാണ്. അതുകൊണ്ട് കൂടുതൽ ഇങ്ങനെ ഓർഗനൈസേഷൻസാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ ടൈപ്പ് റോക്കറ്റ്സ് വളരെ ഹ്യൂജാണ്. ഈ പിക്ചറിൽ നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു മെയിനായിട്ടൊരു റോക്കറ്റ് ഉണ്ട്. താഴെ കൊടുത്തേക്കുന്ന 3 കുത്തെന്ന് പറയുന്ന 3 ഹ്യൂമൻസ് അവിടെ നിൽക്കുന്നതാണ്. അപ്പം ഈ റോക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ 6 feet ടോൾ തൊട്ട് ഏകദേശം അറൗണ്ട് 50 feet ടോൾ വരെ വരാറുണ്ട്. ഇനിയുള്ളതാണ് നമ്മുടെ ലോഞ്ച് വെഹിക്കിൾസ് എന്ന് പറയും. അപ്പോൾ ലോഞ്ച് വെഹിക്കിളാണ് നമ്മൾ റോക്കറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പം ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ. അതെന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഇസ്രോയുടെ PSLV റോക്കറ്റ്, GSLV റോക്കറ്റ്, നാസയുടെ സാറ്റേൺ 5, സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ ഹെവി, അങ്ങനത്തെ എല്ലാ റോക്കറ്റ്സും ഇങ്ങനത്തെ ലോഞ്ച് വെഹിക്കിൾസ് തന്നെയാണ്. ഇപ്പോൾ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്ന ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് ഒരു പേലോഡ്, അതായത് ഒരു സാധനത്തിന് സ്പേസിലേക്ക് കൊണ്ടുപോകും. ചിലപ്പോൾ സാറ്റലൈറ്റ്സ് ആവാം, ഹ്യൂമൻസ് ആവാം, അതൊക്കെ സ്പേസിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഗോള്. ഇത് വലിയ ഈ സ്പേസ് ഏജൻസീസൊക്കെയാണ് ഇതുണ്ടാക്കുന്നത്. കാരണം ഇത് വളരെ വളരെ എക്സ്പെൻസീവാണ്. അതുകൊണ്ട് ഈ ഇസ്രോ, സ്പേസ് എക്സ്, നാസ അതേപോലത്തെ ഏജൻസീസൊക്കെയാണ് ഇതുണ്ടാക്കുന്നത്. അപ്പം ഈ ടൈപ്പ് ലോഞ്ച് വെഹിക്കിൾസിന് വേറെ ഒരു കാറ്റഗറിയും കൂടെ ഉണ്ട്. അതാണ് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾസ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത് ഇത് ഒരു പേലോഡിനെ സ്പേസിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്ന് സേഫായിട്ട് ലാൻഡ് ചെയ്യും. ഒരു ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കൊടുക്കുമ്പം അവിടെ വന്ന് ലാൻഡ് ചെയ്യുന്ന ടൈപ്പ് റോക്കറ്റ്സാണ് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ. എൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റ്. എല്ലാവർക്കും എൻ്റെ ടോക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.